പയ്യന്നൂർ ഹക്കീം കൊലക്കേസിലെ 3 പ്രതികളെ സിബിഐ സംഘം 3 വർഷത്തിനു ശേഷം വിദഗ്ധമായി കുടുക്കി. കൊച്ചി ജുമാ മസ്ജിദ് കമ്മിറ്റി മുൻ ഭാരവാഹികളായ കെ അബ്ദുൽ സലാം, കെ പി അബ്ദുൽ നാസർ, എ ഇസ്മയിൽ എന്നിവരെയാണ് നീണ്ട അന്വേഷണത്തിനൊടുവിൽ സിബിഐ പിടികൂടിയത്. പള്ളിക്കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന്റെ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും സിബിഐ കണ്ടെത്തി. സാമ്പത്തിക തട്ടിപ്പിന് കൂട്ടുനിൽക്കാതിരുന്ന ഹക്കീമിനെ 3 പ്രതികളും ചേർന്ന് കൊലപ്പെടുത്തി പള്ളിക്ക് സമീപത്തെ പറമ്പിലിട്ട് കത്തിക്കുകയായിരുന്നു. ഫെബ്രുവരി 10 കൊച്ചി ജുമാ മസ്ജിദ് പള്ളി ജീവനക്കാരനായിരുന്ന അബ്ദുൾ ഹക്കീമിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാവിലെ പള്ളിക്ക് പുറകുവശത്തെ ഒഴിഞ്ഞ പറമ്പിൽ പുക ഉയരുന്നത് കണ്ട് നടത്തിയ തിരച്ചിലാണ് ഹക്കീം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത്. തുടർന്ന് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പലപ്പോഴും അറസ്റ്റ് ഉടൻ എന്ന് തോന്നിപ്പിച്ചതിനുശേഷം അന്വേഷണം വഴിമുട്ടുകയായിരുന്നു. ഒടുവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസന്വേഷണം ഏറ്റെടുത്ത സിബിഐ 1.5 വർഷത്തിനു ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്തു. സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള പ്രതികൾ 3 പേരുമായും ഹക്കീമിന് അടുത്ത ബന്ധമായിരുന്നു. കൊച്ചി ജുമാ മസ്ജിദ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് ഹക്കീമിനെ ശത്രുവാക്കിയത്. ഇടക്കാലത്ത് പണം കൈകാര്യം ചെയ്തിരുന്നത് ഹക്കീമായിരുന്നു. പള്ളി കെട്ടിട നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റായിരുന്നു അബ്ദുൾ സലാം, ഇസ്മയിൽ കമ്മിറ്റി സെക്രട്ടറിയും. സാമ്പത്തിക തർക്കങ്ങളെ തുടർന്ന് ഹക്കീമിനെ കൊലപ്പെടുത്താൻ 3 പേരും ചേർന്ന് ഗൂഢാലോചന നടത്തി. ഫെബ്രുവരി 9 രാത്രി പള്ളിക്ക് സമീപത്തെത്തിയ ഹക്കീമിനെ സംഘത്തിലൊരാൾ പള്ളിക്ക് പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു. തുടർന്ന് ഒഴിഞ്ഞ പറമ്പിനടുത്തെത്തിച്ച് 3 പേരും ചേർന്ന് തലക്കടിച്ചു കൊലപ്പെടുത്തി. ആൾവാസമില്ലാത്ത സ്ഥലമായിരുന്നതുകൊണ്ട് തന്നെ പള്ളിക്ക് സമീപത്തെ ഒഴിഞ്ഞ മേഖലയിൽ വെച്ച് രാത്രി ഹക്കീമിന്റെ മൃതദേഹം കത്തിച്ചു. പുലർച്ചെ വരെ മൃതദേഹം കത്തിച്ച സ്ഥലത്ത് നിന്ന് 3 പേരും പൂർണ്ണമായും മൃതദേഹം കത്തിത്തീർന്നെന്ന് ഉറപ്പിച്ച ശേഷമാണ് മടങ്ങിയത്. എന്നാൽ പുലർച്ചെ സമീപത്തുകൂടി പോയയാൾ ചെറിയ പുക ഉയരുന്നത് കണ്ട് സ്ഥലത്തെത്തുകയായിരുന്നു. മാലിന്യം കത്തിച്ചതാണെന്ന സംശയത്തിലായിരുന്നു ആദ്യ മണിക്കൂറുകൾ. പക്ഷേ പള്ളിക്ക് പുറകുവശത്ത് നിന്ന് ഹക്കീമിന്റെ വസ്ത്രത്തിന്റെ ഭാഗവും പേഴ്സും കിട്ടിയതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. ഹക്കീമിന്റെ നട്ടെല്ലിന്റെയും തലോട്ടിയുടെയും ഭാഗങ്ങൾ മാത്രമായിരുന്നു ശേഷിച്ചത്. ഇവയും ഹക്കീമിന്റേതാണെന്ന് DNA പരിശോധന നടത്തി ഉറപ്പിച്ചു. പക്ഷേ കൊലപാതകൾ തെളിവുകളെല്ലാം നശിപ്പിച്ച് കൃത്യമായ ഗൂഢാലോചന നടത്തിയായിരുന്നു ഹക്കീമിനെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഹക്കീമിന്റെ കൊലയാളികൾ സ്വാധീനം കൂടി ഉപയോഗിച്ച് 3 വർഷം നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. ലോക്കൽ പോലീസ് പ്രദേശവാസികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങിയതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. തുടർന്നെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികൾക്കരികിലെത്തിയപ്പോഴേക്കും സ്വാധീനം ശക്തമായതോടെ അറസ്റ്റ് നടന്നില്ല. തുടർന്ന് കേസന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഹക്കീമിന്റെ കൊലയാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സമരസമിതി മാസങ്ങൾ നീണ്ട സമരം നടത്തി. ഡിവൈഎഫ്ഐയും സജീവമായി രംഗത്തിറങ്ങി. പയ്യന്നൂർ MLA സി കൃഷ്ണന്റെ നേതൃത്വത്തിലും സമരം ശക്തമാക്കി. ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ച കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. പയ്യന്നൂർ സ്വദേശിയായ ദാമോദരനാണ് പിന്നീട് ഹക്കീമായി മാറിയത്. മലപ്പുറത്ത് ജോലി ചെയ്തിരുന്ന കാലത്ത് പരിചയപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിരുന്നു മതം മാറ്റം. മതം മാറിയെങ്കിലും വീട്ടുകാരുമായി അടുപ്പത്തിലായിരുന്നു ഹക്കീം. പള്ളിയുടെ ചിട്ടിപ്പിരിവടക്കം കൈകാര്യം ചെയ്തിരുന്നത് ഹക്കീമായിരുന്നു. തുടക്കം മുതൽ തന്നെ സാമ്പത്തിക തട്ടിപ്പാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിച്ചിരുന്നു. പക്ഷേ നിരന്തര പ്രക്ഷോഭത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടാനായത്. മനോരമ ന്യൂസ്, കണ്ണൂർ.